നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോ എന്താ പറയാ, ഞാനാണ് ലൊക്കേഷൻ നോക്കിയിട്ട് നിന്നോട് പറഞ്ഞത്. അപ്പോ ഇന്ന് വേറെ പ്രത്യേകിച്ച് പണി ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ ഒന്ന് പാനിയിൽ വരെ പോവാൻ പോവാണ്. ലെറ്റ്സ് ഗോ. അങ്ങനെ എടപ്പള്ളി, ചക്കരപ്പറമ്പ്, വൈറ്റില, അതുപോലെ തന്നെ ചളിക്കോട്ടം, പുല്ലേപ്പടി എന്നീ ഏരിയകളിൽ മാത്രം ഓടുന്ന എൻ്റെ സ്കൂട്ടറുമായിട്ടാണ് ഞാൻ ഇന്ന് നമ്മുടെ പാനിയലിപ്പോര് പോകുന്നത് കേട്ടോ. സോ നമ്മൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ച് 200 രൂപയൊക്കെ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ നേരെ പാനിയലിപ്പോര് പോവുകയാണ്. എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട കേട്ടോ, ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ സ്കൂട്ടറിന് ഇത്രയും ദൂരം പോകുന്നത് ഗൈസ്. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് ആണ് നമ്മൾ പാനിയലിപ്പോര് പോകുന്നത്. പക്ഷേ ഒരുത്തൻ മിസ്സിങ് ആണ്. അവൻ ആലുവയിൽ നിൽക്കണേന്ന് പറഞ്ഞു. അവൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ അയച്ചു തന്ന് നമ്മൾ ഇവിടെ വന്ന് പോസ്റ്റാണ്. അവൻ എപ്പോൾ വരുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ദേ ഇതാണ് സ്ഥലം. നോക്കിക്കേ നിങ്ങൾ, എന്ത് പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം നോക്കിക്കേ. രമണി ഓടർക്കണം കണ്ടാ, എന്ത് ഭംഗിയാന്ന് നോക്കിയേ കണ്ടാ. ധരിക്കണം ഒരുത്തൻ ധരിക്കണം. ഇനി വേറൊരുത്തൻ വരാനായിട്ടുണ്ട്. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ എപ്പോൾ വരുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പം സമയം 2:30 അവൻ്റെ ബൈക്ക് എടുക്കാനായിട്ട് പോയത്. ഞാൻ വന്നിട്ട് വേണം നമുക്കിനി പോകാനായിട്ട്. ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയെ പറയാം. ഓക്കെ. അങ്ങനെ ഗൈസ് ഒരുത്തരും കൂടെ വരാനായിട്ടുണ്ടെന്ന് തോന്നില്ലേ, അവനെയും കൂടെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. നമ്മൾ ആക്ച്വലി കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. എന്നാലും പിന്നെ കുഴപ്പമില്ല, എന്തായാലും ക്വിക്കായിട്ട് എടുത്തൊരു ഡിസിഷൻ ആയതുകൊണ്ട് പിന്നെ അതിൽ നിന്ന് നമ്മൾ പിന്മാറിയില്ല. നേരെ നമ്മൾ എല്ലാത്തിനും പെറുക്കി എടുത്തിട്ട് അങ്ങോട്ടേക്ക് തന്നെ പോയിട്ടാണ്. ആക്ച്വലി എനിക്ക് ഈ ഒരു റൂട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഫുള്ള് ഈ പൈനാപ്പിൾ തോട്ടവും അതുപോലെ തന്നെ ഇങ്ങനത്തെ വലിയ വലിയ മരങ്ങളൊക്കെ ഉള്ളൊരു റൂട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഒരുത്തൻ എൻ്റെ ബാക്കിലും അതുപോലെ തന്നെ ബാക്കി രണ്ടെണ്ണം പുറകെ വരുന്നുണ്ട് കേട്ടോ. ഒരു സ്കൂട്ടറിനും അതുപോലെ തന്നെ ഒരു ബൈക്കിനാണ് നമ്മൾ പോയത്. അങ്ങനെ ഗൈസ് നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ആണ് ഗൈസ് ഒരു കാര്യം അറിഞ്ഞത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ അടപടലം മൂഞ്ചി. ഇവിടത്തെ എന്താ ഞാനാണ് ലൊക്കേഷൻ നോക്കിയിട്ട് നിന്നോട് പറഞ്ഞത് അടക്കും 4 മണി വരെ ഉള്ളൂ എന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതാണ്. എന്തടക്കി അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നപ്പോൾ അടപടലം മൂഞ്ചി ഗൈസ്. ഓൾറെഡി ഗൂഗിൾ മാപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു 4 മണിക്ക് ക്ലോസ് ചെയ്യുന്നുള്ളത്. ഞാൻ ഇവന്മാരോട് പറഞ്ഞാണ്, ഒറ്റെണ്ണം കേട്ടില്ല. എന്തായാലും പോയി നോക്കാന്ന് പറഞ്ഞിട്ട് പോയി നോക്കിയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ ഇവന്മാർ ആ തടി ലോറിയിൽ മറ്റേ മരം കയറ്റില്ലേ, അതിൻ്റെ അവിടെ കൂടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അതിൽ കൂടെ കയറി ചെന്നപ്പോൾ ഫോറസ്റ്റുകാർ പിടിച്ച്. എന്തായാലും കയറാൻ പറ്റാത്ത സങ്കടത്തിൽ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഒരു ദിവസം പോകാമെന്ന് പറഞ്ഞുകൊണ്ട്